നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമപോരാട്ടത്തിനൊടുവിൽ 7 വർഷങ്ങൾക്ക് ശേഷം അധികൃതർ കണ്ണു തുറന്നു. ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂരിൽ ഉരുൾപൊട്ടലിൽ ദാനമായി നൽകിയ 12 സെന്റ് സ്ഥലത്ത് 3 കുടുംബങ്ങൾ താമസിക്കാൻ തീരുമാനം. 4 സെന്റ് ഭൂമി വീതം സൗജന്യമായി നൽകാമെന്ന കാര്യം കുടുംബങ്ങളെ രേഖാമൂലം അറിയിച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ. തീരുമാനത്തിൽ നന്ദി അറിയിച്ച് കുടുംബങ്ങൾ. ന്യൂനപക്ഷ സമുദായങ്ങളുടെ നൈപുണ്യ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന PM വികാസ് പദ്ധതിയുടെ പങ്കാളിത്ത പ്രവർത്തനത്തിന്റെ ധാരണാപത്രത്തിൽ പാലക്കാട് IIT ഒപ്പുവെച്ചു. ചടങ്ങ് പാലക്കാട് ക്യാമ്പസിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യത്തിൽ. പ്രധാനമന്ത്രിയുടെ വികസന ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് ഗതിവേഗം നൽകുന്ന പദ്ധതിയാണിതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ആദിവാസി യുവാവ് മുളങ്ങുന്നത്കാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവം. വിശദമായ അന്വേഷണം ആരംഭിച്ച തൃശൂർ റെയിൽവേ പോലീസ്. റെയിൽവേക്കെതിരെ ഗുരുതര ആരോപണവുമായി മരണപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ശത്രുക്കളിൽ നിന്നും പാർട്ടിക്ക് ജനകീയ കവചം തീർത്ത നേതാവാണ് കോടിയേരി ബാലകൃഷ്ണനെന്ന് AK ബാലൻ. പാർട്ടി തലങ്ങളെ ജനകീയമായി ചലിപ്പിക്കുന്നതിൽ കോടിയേരി മാതൃകയായിരുന്നുവെന്നും AK ബാലൻ. പാലക്കാട്ട് CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം. സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ല ക്ഷീരവികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ N ബിന്ദു. ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ. പാലക്കാട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഒക്ടോബർ 9, 10 തീയതികളിൽ തേങ്കുറിശ്ശിയിൽ നടക്കും. മണൂരിൽ കളിക്കളത്തിനായി കാത്തിരിപ്പ് തുടരുന്നു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കളിക്കളത്തിന്റെ തുടർ പ്രവർത്തികളൊന്നും നടത്താതെ കാടുമൂടി നാശത്തിന്റെ വക്കിലെത്തിയെന്ന ആക്ഷേപം. എത്രയും വേഗം പ്രവർത്തികൾ ആരംഭിക്കണമെന്നും ആവശ്യം. ഗുണഭോക്തൃ വിഹിതം വാങ്ങി ആരംഭിച്ച പദ്ധതി ദശാബ്ദം പിന്നിട്ടിട്ടും ശൈശവാവസ്ഥയിൽ. പദ്ധതി ആരംഭിക്കാത്ത ഈ ദുരവസ്ഥ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണപക്ഷം തയ്യാറായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് BJP. ജില്ലാ സ്കൂൾ കായികമേള കമ്മീഷൻ മേളയാക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. 8 പേർക്ക് ഓടാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്ക് പാലക്കാട്ട് ഉള്ളപ്പോൾ 6 പേർക്ക് മാത്രം ഓടാൻ കഴിയുന്ന ചാത്തന്നൂർ HSലെ ഗ്രൗണ്ടിൽ മേള നടത്താനുള്ള നീക്കം ഒട്ടേറെ കായിക താരങ്ങൾക്ക് അവസരം നഷ്ടമാകുമെന്നും ആക്ഷേപം. പാലക്കാട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ച് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. നിയമപോരാട്ടത്തിനൊടുവിൽ 7 വർഷങ്ങൾക്ക് ശേഷം അധികൃതർ കണ്ണു തുറന്നു. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂരിൽ ഉരുൾപൊട്ടലിൽ ദാനമായി നൽകിയ 12 സെന്റ് സ്ഥലത്ത് 3 കുടുംബങ്ങൾ താമസിക്കും. 4 സെന്റ് ഭൂമി വീതം സൗജന്യമായി നൽകുമെന്ന് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ കുടുംബങ്ങളെ രേഖാമൂലം അറിയിച്ചു. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത ദേശമംഗലം അച്ചത്ത് പറമ്പിൽ വീട്ടിൽ ശബരി, സൂര്യലക്ഷ്മി, ദേശമംഗലം പല്ലൂർ ആലയ്ക്കൽ വീട്ടിൽ മണികണ്ഠൻ, ഷീല ദമ്പതികൾക്കും ദേശമംഗലം കപ്പാരത്തുപടി മനോജിന്റെ കുടുംബത്തിനുമാണ് 4 സെന്റ് ഭൂമി വീതം സൗജന്യമായി നൽകുന്നത്. ഇത് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രേഖാമൂലം ഇവർക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ സ്ഥലത്തിന് വേറെ അവകാശികളുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകണമെന്നും രേഖയിലുണ്ട്. ഈ മാസം തന്നെ ഭൂമി നൽകും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂരിൽ 2018 ആഗസ്റ്റ് 15 തീയതി ഉരുൾപൊട്ടലിനെ തുടർന്ന് 4 ആളുകൾ മരിക്കുകയും 35ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റാതെ ദേശമംഗലത്തുള്ള ക്യാമ്പിൽ കഴിയുകയുമായിരുന്നു. ഈ സങ്കടക്കാഴ്ച കണ്ടതോടെയാണ് ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ദേശമംഗലം വാളേരി വീട്ടിൽ 72 വയസ്സുള്ള ചന്ദ്രമതി തയ്യാറായത്. തനിക്ക് സ്വന്തമായുള്ള 54 സെന്റ് സ്ഥലത്തു നിന്നാണ് 12 സെന്റ് സ്ഥലം ദാനമായി നൽകിയത്. 35 വീട്ടുകാർക്ക് ഗവൺമെന്റ് സേവാഭാരതിയും ചേർന്ന് വീടുകൾ വെച്ച് നൽകിയിരുന്നു. 12 സെന്റ് സ്ഥലം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരുന്നു. ഇതിനെ തുടർന്ന് സ്ഥലം ആർക്കെങ്കിലും ദാനമായി കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 7 വർഷമായി ഇവർ കാണാത്ത ഉദ്യോഗസ്ഥരും കയറാത്ത ഓഫീസുകളുമില്ല. ഒടുവിൽ വിജയം കണ്ട സന്തോഷത്തിലാണ് ടൈപ്പ് റൈറ്റിംഗ് അധ്യാപിക കൂടിയായിരുന്ന ചന്ദ്രമതി. ഞാൻ 2018 ഒക്ടോബർ 2 തീയതി ചാലക്കുടി പോയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അവർക്ക് എൻ്റെ സ്ഥലം കൊടുക്കാമെന്നുള്ള സമ്മതപത്രം കൊടുത്തു. അതിനെ തുടർന്ന് കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. നീണ്ട 7 വർഷം കഴിഞ്ഞു. 8ാമത്തെ വർഷത്തിലേക്ക് കടന്നു. 2024 ഒക്ടോബർ 21 തീയതി ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കലക്ടറെ അവരെ കണ്ട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു. ഇത്രയും വർഷമായി, എനിക്ക് ഇത്ര വയസ്സായി, ഇതിനുള്ളിൽ ഞാൻ മരിക്കുന്നതിനുള്ളിൽ ഈ സ്ഥലത്തൊരു 3 വീടെങ്കിലും കാണണം എൻ്റെ ഒരു അതിയായ മോഹമാണ് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഞാൻ അന്നേ ദിവസം തന്നെ പോകണം തന്നെ ദേശമംഗലം പഞ്ചായത്തിൽ ലൈഫിൽ ഉൾപ്പെട്ട സ്ഥലവും വീടും ഇല്ലാത്ത 3 കൂട്ടക്കാരെ കണ്ടെത്തി
അവരെയും കൂട്ടി അവരുടെ അപേക്ഷയും കൊടുപ്പിച്ചു. അതിനെ തുടർന്ന് താലൂക്കിലേക്ക് കയറുകയും ബഹുമാനപ്പെട്ട താലൂക്ക് തഹസിൽദാറുകളുടെയും അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെയും പരിശ്രമ ഫലമായി എല്ലാ നടപടികളും പൂർത്തിയായി. 4 സെന്റ് സൗജന്യമായി നൽകിയ ടീച്ചർക്കും അധികൃതരോടും നന്ദിയുണ്ടെന്ന് സ്ഥലം ലഭിച്ചവരും പറഞ്ഞു. എൻ്റെ സ്വന്തം വീട് പൊന്നാനിയാണ്. 19 വർഷമായി എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടുകുടുംബമായിട്ടുള്ളൊരു വീട്ടിലേക്കായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 4 വർഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ പണിക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ആളാണ്. എന്നാലും ചെറുതായിട്ട് പോവാതിരിക്കണമെന്നില്ല, ബുദ്ധിമുട്ടായാലും പോകണുണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബമാണ്. അപ്പോൾ ഞാനൊരു ആശാ വർക്കറാണ്. നമ്മളെ ദേശമംഗലം പഞ്ചായത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷമായി. അപ്പോൾ എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു സ്ഥലം, വീട് എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോണത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ന്യൂനപക്ഷ സമുദായങ്ങളുടെ നൈപുണ്യ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന PM വികാസ് പദ്ധതിയുടെ പങ്കാളിത്ത പ്രവർത്തനത്തിന്റെ ധാരണാപത്രത്തിൽ പാലക്കാട് IIT ഒപ്പുവെച്ചു. ബുധനാഴ്ച രാവിലെ പാലക്കാട് ക്യാമ്പസിലായിരുന്നു ചടങ്ങ്. പ്രധാനമന്ത്രിയുടെ വികസന ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് ഗതിവേഗം നൽകുന്ന പദ്ധതിയാണിതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രധാനമന്ത്രിയുടെ വികസന ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് ഗതിവേഗം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ സ്വദേശി പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അതിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി തീരുവാനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. You are sitting here, will be living in that developed India. We have to make way for that. And Prime Minister told us that we are the 4th place in economic field or 4th economic power in the world. And going to be 3rd in 1 or 2 years. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 400 വിദ്യാർത്ഥികൾക്കാണ് ഡ്രോൺ എഞ്ചിനീയറിംഗിലും മൈക്രോചിപ്പ് നിർമ്മാണത്തിലും സൗജന്യ പരിശീലനം നൽകുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖര കുമാർ, IIT ഡയറക്ടർ പ്രൊഫസർ ശേഷാദ്രി ശേഖർ, ICSR ഡീൻ ഡോക്ടർ അരവിന്ദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാഫല്യമണയാതെ സാഫല്യം പദ്ധതി. ഗുണഭോക്തൃവിഹിതം വാങ്ങി ആരംഭിച്ച പദ്ധതി ദശാബ്ദം പിന്നിട്ടിട്ടും ശൈശവാവസ്ഥയിൽ തന്നെ. ലക്കിടി പേരൂർ പഞ്ചായത്തിലാണ് ഈ ദുരവസ്ഥ. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണപക്ഷം തയ്യാറാകാത്ത പക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ലക്കിടി പേരൂർ പഞ്ചായത്ത് UDF ഭരിക്കുന്ന 2010-15 ഭരണസമിതി കാലഘട്ടത്തിലാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തി 24 ഭവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയ നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് ഭരണത്തിൽ വന്ന LDF ഭരണസമിതി തുടർ പ്രവർത്തനങ്ങൾ നടത്താതെ വന്നപ്പോൾ അർഹരായവർക്ക് നഷ്ടമായത് ഒരു സുരക്ഷിത ഭവനമാണ്. 12 വർഷക്കാലം പൂർത്തിയായ സാഫല്യം പദ്ധതിയിലെ ഭവന സമുച്ചയങ്ങൾ ഇന്ന് സാമൂഹ്യവിരുദ്ധ കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. നിർധനരുടെ ഭവന സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയ ഇടത് വലതു മുന്നണികൾ ഗുണഭോക്താക്കളോട് എന്തു മറുപടി നൽകുമെന്ന ചോദ്യവുമായി BJP ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് രംഗത്തു വന്നു. സമയബന്ധിതമായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണനേതൃത്വം തയ്യാറാകാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് മുന്നറിയിപ്പ് നൽകി. ഏകദേശം 12 കൊല്ലം മുന്നേ തന്നെ UDFന്റെ ഭരണകാലത്ത് 24ഓളം ഭവനരഹിതരിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വീട് കൊടുക്കാമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇന്ന് ഈ പദ്ധതി പ്രകാരം ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഭവന പദ്ധതി പൂർത്തിയാക്കാനോ, അതേപോലെ തന്നെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കെട്ടിടം കിടക്കുന്നത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളമായിട്ടും അതേപോലെ തന്നെ ക്ഷുദ്രജീവികളും മറ്റും ഇവിടെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ട്, ഇതിനകത്ത് വവ്വാലുകളും മറ്റും പറക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇതിനകത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും കളവ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വയറിങ് ചെയ്തതാണ്. ആ വയറിങ്, അതുപോലെ തന്നെ പ്ലംബിംഗ് സാധനങ്ങൾ, ഇതെല്ലാം കളവ് പോയിട്ടുണ്ട്. അതിനുശേഷം വന്ന 10 വർഷമായി ഇവിടെ ഭരിച്ചിരുന്ന CPM ഭരണസമിതിക്ക് ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കാനോ, അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭവനങ്ങൾ കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട ജനങ്ങളുടെ
വിയർപ്പിൻ്റെ അംശമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ അവശേഷിച്ചിരിക്കുന്നത്. ഇന്ന് ജനകീയ സദസ്സ്, വികസന സദസ്സ് എന്ന പേരിൽ നാടുനീളെ പ്രചരണ പരിപാടികൾ നടത്തുമ്പോൾ ഇതൊന്നും കാണാതെ പോകാൻ കഴിയുകയില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ കടമ്പൂരിൽ ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് സ്വർണവും വെള്ളിയും തങ്കവും കവർന്ന കേസിൽ പ്രതി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. ഹൂഗ്ലി നിജാംപൂർ സ്വദേശി SK ജിയാവുളിയെയാണ് അന്വേഷണ സംഘം ബംഗാളിലെത്തി കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ അടുത്ത ദിവസം ഒറ്റപ്പാലത്തെത്തിക്കും. ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് 5 പവൻ സ്വർണവും 3.5 ഗ്രാം തങ്കവും 200 ഗ്രാം വെള്ളിയുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ ലക്ഷ്യം കണ്ടത്. കഴിഞ്ഞ 3-നായിരുന്നു കടമ്പൂർ RJ ജുവൽസ് എന്ന ആഭരണ നിർമ്മാണശാലയിൽ കവർച്ച നടന്നത്. ആഭരണ നിർമ്മാണത്തിന് എത്തിച്ച സ്വർണവും വെള്ളിയും തങ്കവുമാണ് കവർന്നത്. നിർമ്മാണശാലയുടെ ഒരു ഭാഗത്തെ ജനൽ കമ്പി മുറിച്ചായിരുന്നു കവർച്ച. സ്ഥാപനത്തെക്കുറിച്ച് അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് അന്നേ പോലീസ് ഉറപ്പിച്ചിരുന്നു. പ്രതി 7 വർഷം മുമ്പ് 1 വർഷത്തോളം സമയം കടമ്പൂരിൽ സ്വർണ്ണപ്പണി ചെയ്തിരുന്നു. പിന്നീട് തൃശൂർ പുത്തൻപള്ളിയിലും ജോലി ചെയ്തിരുന്നു. സ്വർണം വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് വിമാനമാർഗമാണ് പ്രത്യേക സംഘം ബംഗാളിലെത്തിയത്. മോഷ്ടിക്കപ്പെട്ട മുതലിൻ്റെ ഒരു ഭാഗം പോലീസ് വീണ്ടെടുത്തു. ഷൊർണൂർ ഡിവൈഎസ്പി R മനോജ് കുമാർ, ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A അജീഷ്, SI M സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശത്രുക്കളിൽ നിന്ന് പാർട്ടിക്ക് ജനകീയ കവചം തീർത്ത നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പാർട്ടി തലങ്ങളെ ജനകീയമായി ചലിപ്പിക്കുന്നതിൽ കോടിയേരി മാതൃകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ അനുഭവ സമ്പത്തുമായാണ് കോടിയേരി പാർട്ടി നേതൃത്വത്തിലെത്തിയത്. പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവർക്കിടയിൽ നിന്ന് പാർട്ടിക്ക് കരുത്തു നൽകി. പാർട്ടി നയങ്ങളിൽ കർക്കശമുണ്ടായിരുന്നെങ്കിലും ലാളിത്യവും വിനയവും കോടിയേരിയുടെ മുഖമുദ്രയായിരുന്നുവെന്നും AK ബാലൻ പറഞ്ഞു. അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത രാഷ്ട്രീയ പ്രശ്നം വർഗീയത ഉയർത്തുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായിട്ടായിരുന്നു. പ്രത്യേകിച്ച് കർണാടക അത് സ്വാഭാവികമാണ്. ഇന്ന് ആ ശക്തികൾ പഴയതുപോലെ അവരുടെ വിഷം തുപ്പുന്ന വായ എപ്പോഴാണ് തുറക്കാൻ പോകുന്നത്, എപ്പോഴാണ് നമ്മളെല്ലാം പൊത്താൻ പോകുന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം CP പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ആദിവാസി യുവാവ് മുളകുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച തൃശൂർ റെയിൽവേ പോലീസ്. ഇതിനിടെ റെയിൽവേക്കെതിരെ മരണപ്പെട്ട യുവാവിന്റെ കുടുംബം രംഗത്തെത്തി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് സഹോദരൻ ശ്രീജേഷ് ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഉദ്യോഗസ്ഥർ വീഴ്ച വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, സഹയാത്രികരുടേതടക്കമുള്ള സാക്ഷിമൊഴികൾ, എന്നിട്ടും റെയിൽവേ ജീവനക്കാരെ സംരക്ഷിക്കുന്നതാണ് ഔദ്യോഗിക വിശദീകരണം. ഉദ്യോഗസ്ഥർക്ക് ഒരു തെറ്റു പറ്റിയിട്ടില്ലെന്നും മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലേക്കുള്ള വഴിയുടെ പരിമിതിയാണ് ആംബുലൻസ് എത്താൻ വൈകിയതെന്നുമാണ് റെയിൽവേയുടെ വാദം. എന്നാൽ 10 മിനിറ്റ് മാത്രം ദൂരമുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അരമണിക്കൂറിന് ശേഷം ആംബുലൻസ് എത്തിച്ചത് ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന് ആവർത്തിക്കുന്നു കുടുംബം. ആ അരമണിക്കൂർ അവിടെ മുളങ്കുന്നത്തുകാവ് അവിടെ നിന്ന് അരമണിക്കൂർ നിന്നപ്പോഴേക്കും ആംബുലൻസ് എത്തിങ്ങനെ രക്ഷപ്പെട്ടായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് തന്നെ മരിച്ചിട്ടുണ്ട്. അതെ, അതായത് ഈ അരമണിക്കൂർ സമയം കളഞ്ഞതിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതെ അതെ, അരമണിക്കൂർ സമയം കളഞ്ഞതിലാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. ഈ മുളങ്കുന്നത്തുകാവിലെ സ്റ്റേഷൻ മാസ്റ്റർ ആൾക്കൊരു നല്ല രീതിയിൽ ഇടപെട്ടിങ് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇൻഫോമും കാരണം കിട്ടിയിട്ടുണ്ടാവും. എല്ലാ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അവർക്ക് അവിടെ അറേഞ്ച് ചെയ്യായിരുന്നു. ആദിവാസി യുവാവായ ശ്രീജിത്തിനെ നീതി ആവശ്യപ്പെട്ട് നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും. അവരറിഞ്ഞ TTR ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇപ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല. നിർത്തേണ്ട സ്റ്റേഷനിൽ എത്തനേക്കാൾ മുൻപ് തന്നെ ആംബുലൻസ്, ഓക്സിജനുള്ള ആംബുലൻസ് അവർക്ക് വിളിച്ചു നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീജിത്തിൻ്റെ ചേട്ടനാണ് ഇവൻ ശ്രീജേഷ്. ഇപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ അധികാരികളുടെ പേരിൽ കേസ് എടുക്കാനായിട്ട് അപേക്ഷ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് അദ്ദേഹത്തിന് നിവേദനം കൊടുത്ത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തൃശൂർ റെയിൽവേ SHOയോട് SPP ഷാഹിൻ ഷാ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ട്രെയിനിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട യുവാവിനെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിക്കുകയും ചെയ്ത. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ കളിക്കളത്തിനായി കാത്തിരിപ്പ് തുടരുന്നു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മണ്ണൂരിലെ കളിക്കളം തുടർ പ്രവർത്തികളൊന്നും നടത്താതെ കാടുമൂടി നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. എത്രയും വേഗം പ്രവർത്തികൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് കളിക്കളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം കഴിഞ്ഞത്. എന്നാൽ തുടർന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടും തുടർ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ കളിക്കളം കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. 1 കോടിക്ക് പുറമെ ആദ്യഘട്ടത്തിൽ 40 ലക്ഷത്തോളം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രവൃത്തികൾ തുടങ്ങിയത്. എന്നാൽ പ്രവൃത്തികൾ തുടങ്ങിവെച്ചതോടെ പിന്നീട് ഇന്നുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മണ്ണൂരിൽ സ്വന്തമായി കളിക്കളമില്ലാതെ കളിപ്രേമികൾ ഏറെ വിഷമത്തിലായിരുന്നു. സ്വകാര്യ കളിസ്ഥലങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇതിനൊരു പരിഹാരമെന്നോണമാണ് 5-ാം വാർഡിൽ താഴത്തെ വീടിന് സമീപം പഞ്ചായത്ത് 1 ഏക്കറോളം വരുന്ന സ്ഥലം കണ്ടെത്തിയത്. കളിക്കളത്തിനായി 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കളിക്കളത്തിന്റെ തുടർപ്രവൃത്തികൾ മാത്രം തുടങ്ങിയില്ല. കളിക്കളം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് നിർമ്മാണ ഉദ്ഘാടനം ഒരിക്കൽ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് വീണ്ടും ഒരു നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ മണ്ണൂർ പഞ്ചായത്തിലെ കളിക്കളത്തിൻ്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. വെറും പ്രഹസനമായി, വെറും വാക്കുകളിലൊതുങ്ങി ഈ കളിക്കളം യാഥാർത്ഥ്യമാവാതെ പോവുകയാണ്. ഈ കളിക്കളം ഓരോ സമയം നമ്മൾ പറയുമ്പോഴും അവർ അത്ര ഫണ്ട് വെച്ചു, ഇത്ര വെച്ചു എന്ന് പറയുകയല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. 23-24 കാലഘട്ടത്തിൽ MLA 2 കോടി വെച്ചു എന്ന് പറഞ്ഞ് പത്രങ്ങളിലും നമ്മളടക്കം സ്വാഗതം ചെയ്തതാണ്. അതിനുശേഷം 24-25 വീണ്ടും 1 കോടി വെച്ചു എന്ന് പറഞ്ഞ് അതും കൊട്ടിഘോഷിച്ചതാണ്. അതിനെയും ഇവിടെയുള്ള യുവാക്കളും അതുപോലുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായും സ്വാഗതം ചെയ്തതാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് 35 ലക്ഷം രൂപ സൈഡ് കെട്ടാൻ വെച്ചു എന്ന് പറയാൻ തുടങ്ങി 2 വർഷമായി. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പഞ്ചായത്ത് ഭരണാധികാരികൾ അടക്കം വന്ന് എല്ലാവരും വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇന്നും ഒന്നുമില്ലാതെ ഈ കാട് മൂടിക്കെട്ടിയ ഈ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജില്ലാ സ്കൂൾ കായികമേള കമ്മീഷൻ മേള ആക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു. 8 പേർക്ക് ഓടുവാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്ക് പാലക്കാട് ഉള്ളപ്പോൾ 6 പേർക്ക് മാത്രം ഓടാൻ കഴിയുന്ന ചാത്തന്നൂർ HSലെ ഗ്രൗണ്ടിൽ മേള നടത്താനുള്ള നീക്കം ഒട്ടേറെ കായിക താരങ്ങളുടെ അവസരം നഷ്ടമാക്കുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കായികോപകരണങ്ങൾ ഒന്നുമേ ഇല്ലാത്ത ചാത്തന്നൂര് വാടകയ്ക്കെടുത്ത് നടത്തേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുന്നതിൽ അഴിമതി നടക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. 8 പേർക്ക് ഓടുവാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്ക് പാലക്കാട് ഉള്ളപ്പോൾ 6 പേർക്ക് മാത്രം ഓടാൻ കഴിയുന്ന ചാത്തന്നൂർ HSലെ ഗ്രൗണ്ടിൽ നടത്താനുള്ള നീക്കം ഒട്ടേറെ കായിക താരങ്ങളുടെ അവസരം നഷ്ടമാക്കും. കായിക ഉപകരണങ്ങൾ ഒന്നും ഇല്ലാത്ത ചാത്തന്നൂർ സ്കൂളിൽ കായിക ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് കായികമേള നടത്തുന്നതിൽ വൻ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് സംഘാടകർ പാലക്കാട് സിന്തറ്റിക് ട്രാക്കിനെ തടഞ്ഞത്. ഇതിനെതിരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് പറഞ്ഞു. ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഉപരോധ സമരത്തിന് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, S സേവ്യർ, SM താഹ, അനിൽ ബാലൻ, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, ബോബൻ മാട്ടുമന്ത, D ഷജിത് കുമാർ, VR മുഖൻ, KN സഹീർ, S ശെൽവൻ, നടരാജൻ കുന്നുംപുറം, അനന്തൻ വടക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന പാലക്കാട് ജില്ല ക്ഷീരവികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ N ബിന്ദു. ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ഒക്ടോബർ 9, 10 തീയതികളിൽ തേങ്കുറിശ്ശിയിൽ നടക്കാനിരിക്കുന്ന ജില്ലാ ക്ഷീരകർഷക സംഘവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ക്ഷീരവികസന ഡയറക്ടർ ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 25,439 ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന 3,09,388 ലിറ്റർ പാൽ ക്ഷീരസംഘങ്ങൾ വഴി ശേഖരിക്കുന്നുണ്ട്. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഡയറി എക്സ്പോ, സെമിനാർ, എക്സിബിഷൻ, ജീവനക്ഷേമം, സാംസ്കാരിക ഘോഷയാത്ര എന്നിവ സംഘടിപ്പിക്കും. ജില്ലയിൽ മികച്ച പരിപാലനം നടത്തി കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച പുരുഷ വനിതാ കർഷകർ, SC കർഷകർ, യുവ കർഷകരെ ചടങ്ങിൽ ആദരിക്കും. പശുപരിപാലനത്തിന് നാട്ടുവഴികൾ കൈമാറാൻ ക്ഷീര കർഷക സംഗമം ഉപകരിക്കും.
പെരുവെമ്പ ക്ഷീരസംഘമാണ് ജില്ലാ ക്ഷീരകർഷക സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുന്നതെന്നും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എൻ ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയാണ് പാലക്കാട്. കൊല്ലങ്കോട് ബ്ലോക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത്. കൊല്ലങ്കോട് ബ്ലോക്ക് എന്ന് പറയുന്നത് 2ാം സ്ഥാനം നിൽക്കുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ഷീര കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. കാരണം ക്ഷീര കർഷകർ വിവിധ അവർക്ക് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ, അതുപോലെ സെമിനാർ, ഡയറി എക്സ്പോ, അപ്പോൾ നല്ലൊരു കൂട്ടായ്മയും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും വകുപ്പ് മുഖേനയും ബാക്കി ഇതര ഏജൻസികളും ക്ഷീരസംഘങ്ങളും ജില്ലയിലെ എല്ലാ സഹകരണ സംഘങ്ങളും സഹകരിച്ച് ചെയ്യും. മിൽമ, കേരള ഫീഡ്സ്, അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മൾ ഈ പരിപാടി നടത്തുകയാണ്. വാർത്താസമ്മേളനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ വി ശ്രീജ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ബാബുരാജ്, കെ എ ഹരിദാസ്, ജയറാം ഇപ്പൻകാട് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമഗ്ര ശിക്ഷ കേരളയും ക്വിസാറ്റും സംയുക്തമായി പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സ്ട്രീം ഐ ലാബ് ഇന്റർ ഡിസിപ്ലിനറി മൊഡ്യൂളുകളുടെ കുഴൽമന്ദം ബ്ലോക്ക് തല പ്രവർത്തനോദ്ഘാടനം ബമ്മണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ MLA ആവട്ടെ, MP ആവട്ടെ, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ സ്കൂളിലേക്ക് വേണ്ടി പറ്റാവുന്നതിലുപരി ഹൈസ്കൂളുകൾക്കൊക്കെ കെട്ടിടങ്ങളും മറ്റു ആവശ്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബംഗളൂരു സ്കൂള് ഇന്ത്യയിൽ തന്നെ മാതൃകയായ ഒരു സ്കൂൾ കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ ഇവിടെ വരുന്ന HM എല്ലാവരും ഒന്നിനോടൊന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതിനോടൊപ്പം ഇവിടുത്തെ ടീച്ചേഴ്സും ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പഞ്ചായത്ത് അംഗം ER രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഐ ലാബ് മൊഡ്യൂളുകളുടെ പദ്ധതി വിശദീകരണം കുഴൽമന്ദം ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അഭിലാഷ് തച്ചങ്കാട് നിർവഹിച്ചു. സ്ട്രീം ഇക്കോ സിസ്റ്റത്തെക്കുറിച്ചും വർക്ക് ബുക്കിലെ മൊഡ്യൂൾ പ്രവർത്തനത്തിലൂടെ ശേഖരിച്ച വിവരങ്ങളും നേടിയ അറിവുകളും അനുഭവങ്ങളും രേഖപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും വിശദീകരിച്ചു. അനുഭവങ്ങളിലൂടെയും ശാസ്ത്രാധിഷ്ഠിത പഠനത്തിലൂടെയും നേടിയ അറിവുകൾ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ അകറ്റി ആത്മവിശ്വാസമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുത്ത് അനുഭവാധിഷ്ഠിത പഠനം സാധ്യമാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. CRCC-മാരായ KR സൗമ്യ, A സുമതി, സീനിയർ അധ്യാപിക S പ്രതിഭ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ലീലാമണി സ്വാഗതവും ഐ ലാബ് റിസോഴ്സ് പേഴ്സൺ PR സാവിത്രി നന്ദിയും പറഞ്ഞു. 5, 6, 7 ക്ലാസുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വർക്ക് ബുക്കുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാഹനം പൊളിക്കൽ നിയമം കേരളത്തിലെ 5 ലക്ഷം കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്നതാണെങ്കിലും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് തിരിച്ചറിയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട്. റീടെസ്റ്റ് ഫീസ് വർധനയ്ക്കെതിരെ AAWK പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റു സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ ഭീമമായ നികുതിയാണ് കേരളത്തിൽ ഈടാക്കുന്നത്. പൊല്യൂഷന്റെ കാര്യത്തിൽ 30% നികുതി വർദ്ധിപ്പിച്ചാൽ പൊല്യൂഷൻ ഇല്ലാതാകും എന്ന് കരുതുന്നവരാണ് കേരളത്തിലെ ഭരണാധികാരികൾ. പൊല്യൂഷൻ നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. വാഹനങ്ങളിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അവ നടപ്പിലാക്കാതെ നികുതി വർദ്ധിപ്പിക്കുന്നത് സാധാരണക്കാരെ പിഴിയാനാണ്. 15 വർഷം കഴിഞ്ഞ വാഹനം പൊളിച്ചാൽ വാഹനത്തിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് 5000 രൂപ നൽകും. ഇതിലാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണ്. പഴയ വാഹനം പൊളിക്കൽ നിയമം കൊണ്ടുവന്നത് വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ്. കരിനിയമം പിൻവലിച്ചില്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ പൂട്ടിപ്പോകും. വാഹന ലോണെടുത്ത് സാധാരണക്കാർ കടക്കെണിയിലാകുമെന്നും നസീർ കള്ളിക്കാട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P രാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ SB രാജു, K ഗോപിനാഥ്, സുധാകരൻ പ്ലക്കാട്, രാജു, നന്ദകുമാർ, നാസർ, രാമദാസ്, TG രാജീവ്, CC ജയൻ, സുനിൽകുമാർ, റോയ് ജേക്കബ്, പ്രകാശൻ, S ഷാഹുൽ ഹമീദ്, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. നാട്ടിലെ വാഹന ഉടമകൾക്കും വാഹനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ സ്വകാര്യ ബസ്സുകൾക്ക് ഇന്ന് ഞങ്ങൾ 22 കൊല്ലത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ മാറ്റിയിടണം. ഞങ്ങൾക്ക് 22 കൊല്ലത്തിൽ കൂടുതൽ ഒരു ബസ് റോഡിലിറക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു ബസ്, ഞങ്ങളുടെ 22 കൊല്ലം കഴിഞ്ഞ ഒരു ബസ് മാറ്റി മറ്റൊരു ബസ് റോഡിലിറക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബോഡി പണിയാൻ ഒരു ബോഡി വർക്ക്ഷോപ്പിന് അംഗീകാരം നമ്മുടെ സംസ്ഥാനത്ത് പോലും ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ജില്ലയിൽ മാത്രം പരിശോധിച്ചാൽ 25ഉം 30ഉം ബോഡി വർക്ക്ഷോപ്പുകളിൽ 40ഉം 50ഉം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന നമ്മുടെ ബോഡി വർക്ക്ഷോപ്പുകൾ ഇന്ന് എവിടെ പോയി? ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരിയിൽ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വടക്കാഞ്ചേരിയിൽ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച
പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു വടക്കാഞ്ചേരിയിലും പ്രതിഷേധമുണ്ടായത്. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതാൻ പറ്റുന്ന ന്യായാധിപന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി ആകണം ഈ കോടതികൾ എന്ന തരത്തിലാണ് ഈ വലതുപക്ഷ ഫാസിസ്റ്റ് ശക്തികൾ അത് പ്രകടിപ്പിക്കുന്നത്. തങ്ങൾക്ക് ആവശ്യമുള്ള തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പേന ചലിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ജഡ്ജിമാരാക്കുകയും അതിനുവേണ്ടി നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജിയുടെ അനന്തരവനെ അടക്കം ഒരു മാനദണ്ഡവുമില്ലാതെ ഹൈക്കോടതി ജഡ്ജിയാക്കി നിയമനം കൊടുക്കുകയും അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നയാളെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ വേണ്ടി ഈ വലതുപക്ഷ ഭരണകൂടത്തിന് കഴിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ചെറുതുരുത്തിയിൽ തുടക്കമായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം 2025-26 ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് LP സ്കൂളുമായാണ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന മേളയ്ക്ക് ബുധനാഴ്ച തുടക്കം കുറിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഉദ്ഘാടനം ചെയ്തു. അതിനോടൊപ്പം തന്നെ അവർക്കതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ തീർച്ചയായിട്ടും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം അവർക്ക് വലിയ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിൽ നിന്നും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലേക്കും ഉയർത്തുവാനും അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാനും അത്തരത്തിലൊരു മത്സരത്തിലൂടെയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ 100ഓളം വരുന്ന വിദ്യാലയങ്ങളിലാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ നമ്മുടെ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് നമ്മുടെ കലവൂരാണ് ഇത്തവണ നടക്കുന്നത് കലോത്സവം. ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA നൌഫൽ, താജുനിസ, MM മുഹമ്മദ് ഹനീഫ, KG സുരേഷ് ബാബു, K പ്രമോദ്, വിപിൻ, P ജോസഫ്, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, CK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി AO ഷീജ കുനിയിൽ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി നന്ദിയും പറഞ്ഞു. 100-ൽ പരം വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനത്തിൽ ഡ്രോയിങ് മത്സരവും മണ്ണുകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മത്സരങ്ങളുമാണ് പല വേദികളായി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും BJP പ്രവർത്തകർ കുറ്റപ്പെടുത്തി. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. മങ്കര പഞ്ചായത്തിലെ 1-2 വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലൂർ തേനൂർ കോങ്ങാട് കനൽ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് പ്രദേശത്തെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. 1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കനാൽ റോഡ് 3 വർഷമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കാൽനട യാത്ര പോലും ദുരിതത്തിലാണ്. നിരവധി സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. വർഷങ്ങളായി തകർന്നിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല. ജനങ്ങളും വാഹനയാത്രക്കാരും ഏറെ പ്രയാസത്തിലാണ്. നവീകരണത്തിനായി വെച്ച ഫണ്ട് മറ്റൊരു റോഡിലേക്ക് നൽകി ആ റോഡ് പണി പൂർത്തീകരിച്ചതായും BJPക്കാർ ആരോപിച്ചു. പ്രതിഷേധ പരിപാടി OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് മങ്കര ഉദ്ഘാടനം ചെയ്തു. കല്ലൂരിനെയും തേനൂരിനെയും അതുപോലെ തന്നെ കോങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഈ മുച്ചേരി റോഡിലേക്ക് പോകുന്ന ഈ കനാൽ റോഡ് വളരെ ദുഷ്കരമായിട്ടുള്ള യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ റോഡ് ഒരു പ്രധാനപ്പെട്ട ഈ 2 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡായതുകൊണ്ട് ഈ റോഡിലൂടെ ഒരു ദിവസം മിനിമം 17-18 സ്കൂൾ വാഹനങ്ങൾ തന്നെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങളിലേക്ക് പോകാൻ ഈ റോഡ് മാത്രമാണ് ആശ്രയം. ഈ റോഡിൻ്റെ സാഹചര്യം മങ്കര പഞ്ചായത്തിൽ നിരവധി തവണ ഉന്നയിച്ചെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് മങ്കര പഞ്ചായത്തിലെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്ന ആ പാർട്ടിയുടെ ആളുകൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ റോഡ് ശരിയാക്കുവാൻ ലഭിച്ചിട്ടുള്ള ആ ഫണ്ട് അടുത്ത റോഡിലേക്ക് വകമാറ്റി കോൺട്രാക്ട് വേറെ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. തീർച്ചയായിട്ടും ഇത്
ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മംഗല പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പ്രതികരണം ഉണ്ടാവും. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാത്രമല്ല പ്രായമായ ആൾക്കാർക്കും രോഗികളായിട്ടുള്ള ആളുകൾക്കും ഈ റോഡിലൂടെ നിരവധി ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ അത്രയും ദുഷ്കരമായ വാഹനങ്ങൾ മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഈ റോഡിൽ ഉള്ളത്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി ഗതാഗത യോഗ്യമാക്കി ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള നല്ല സൗകര്യം ഉണ്ടാക്കുന്നവരെ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ മാങ്കുറിശി അധ്യക്ഷനായി. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ശബരി കല്ലൂർ, PA രാമൻ, PK കൃഷ്ണദാസ്, NC കണ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പ്രശ്നത്തിന് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുള്ളൂർകര റിക്രിയേഷൻ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ട് കളിച്ച 11-അംഗ സംഘത്തെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. മുള്ളൂർക്കര റിക്രിയേഷൻ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ട് കളിച്ച 11-അംഗ സംഘത്തെയാണ് വടക്കാഞ്ചേരി പോലീസ് പരിശോധനയിൽ പിടികൂടിയത്. സംഘത്തിൽ നിന്നും 2,15,000 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വടക്കാഞ്ചേരി പോലീസും കമ്മീഷണറുടെ സാഗോക് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗ്രന്ഥശാല പ്രവർത്തകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന PK സുധാകരന്റെ സ്മരണയ്ക്കായി ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് R ആതിരയുടെ മീനേ മീൻ മരണമേ എന്ന കവിതാ സമാഹാരം അർഹമായതായി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 25-ന് ഒറ്റപ്പാലത്താണ് പുരസ്കാര ചടങ്ങ്. പുരസ്കാര സമർപ്പണം ഒക്ടോബർ 25-ന് ഒറ്റപ്പാലത്ത് നടക്കും. സാഹിത്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു PK സുധാകരൻ്റേത്. യാത്രകളോട് ഇഷ്ടപ്പെട്ടിരുന്ന സുധാകരന്റെ സ്മരണാർത്ഥം ആദ്യ പുരസ്കാരം നൽകിയത് യാത്രാ വിവരണത്തിനായിരുന്നു. രണ്ടാമത്തെ പുരസ്കാരമാണ് കവിതാ സമാഹാരത്തിന് നൽകുന്നത്. സ്ത്രീപക്ഷത്തെ നിലയുറപ്പിച്ച് ബിംബങ്ങളെയും യുക്തികളെയും ബോധങ്ങളെയും സമകാലികമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ആതിരയുടെ പ്രത്യേകതയെന്ന് ജൂറി അംഗം ഡോക്ടർ EM സൂരജ പറഞ്ഞു. 10,001 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാഷ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട വിഷയമായിരുന്ന യാത്രാ വിവരണത്തിനായിരുന്നു അവാർഡ്. ഈ വർഷം അത് കവിതയ്ക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഇത് 25-ാം തീയതി ഒറ്റപ്പാലത്ത് വെച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ അംഗം E ചന്ദ്രബാബു, ജോയിന്റ് സെക്രട്ടറി C വിജയൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് K കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി പറഞ്ഞു. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്രയുടെ 6ാം ദിന പര്യടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിജിൽ മാക്കുറ്റി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് K കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി വിമർശിച്ചു. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ വഞ്ചനാക്കൂട്ടത്തെ തിരിച്ചറിഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് ഉയർത്തുമെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കൽ സംസ്ഥാനത്തെ സാധാരണ ജനതയെ കടുത്ത ബാധ്യതയിലാണ് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് 100 സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് വരുമ്പോ ആ പോരാട്ടത്തിനകത്ത് ചിറ്റൂരിൽ നിന്ന് MLA ആയി ഐക്യ ജനാധിപത്യ മുന്നണി MLA ഈ നാട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലെമ്പാടും ഉണ്ടാകാൻ പോവുക നിങ്ങളുടെ തകർച്ചയാണ്. ഭരിച്ചു മുടിച്ച് നിങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. 100 സീറ്റിനകത്ത് അധികാരത്തിലേറിയവർ നിങ്ങൾ പറഞ്ഞു ഞങ്ങള് ജാഥ നടത്തിയല്ലേ, പിണറായി വിജയൻ ജാഥ ഉണ്ടായിരുന്നല്ലോ. എന്താ ജാഥ? നവകേരള യാഥ അല്ലേ? നവകേരള യാഥ എന്ന് പറഞ്ഞ് കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ആഡംബര ബസ്സിൽ പിണറായി വിജയനും കൂട്ടാളികളും കുറെ കുഷ്മാണ്ടന്മാരായി എട്ടിലും കൊട്ടും തിരിയാതെ കുറെ മന്ത്രിമാരുണ്ട്. ആർക്കെങ്കിലും അറിയടോ ഈ നാട്ടിലെ മന്ത്രിമാരെ കുറിച്ച്? DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന
സ്വദേശരക്ഷാ യാത്രയുടെ 6ാം ദിവസ പര്യടനത്തിൻ്റെ സമാപന സമ്മേളനം വണ്ടിത്താവളത്ത് വെച്ച് നടന്നു. സെയ്ദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PS ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ഹരിദാസ്, R സദാനന്ദൻ, P രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളശ്ശേരി പഞ്ചായത്തിലെ ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 63 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സമയബന്ധിതമായി കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. നമ്മുടെ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട്, ഞാനത് അങ്ങനെ പറയാൻ കാരണം പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ നല്ലതായി ICDSന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ നല്ല പിൻബലത്തോടുകൂടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഷീബ സുനിൽ അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ പ്രജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്ഥിരം സമിതി അംഗങ്ങളായ OK രാമേന്ദ്രൻ, B ഷാജിദ, M രമാമുരളി, ബ്ലോക്ക് മെമ്പർമാരായ A രജനി, B നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാജിക് ഷോയും കുട്ടികളുടെ കലാപരിപാടികളും അംഗൻവാടി ജീവനക്കാരുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള സ്നേഹസമ്മാനം പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുരുത്തിയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR പ്രീത ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി സുന്ദരം ഓഡിറ്റോറിയത്തിലെ ഭാഗ്യലക്ഷ്മി അമ്മ നഗറിൽ വെച്ചാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി നമ്മുടെ റിപ്പോർട്ടിൽ ഒക്കെ തന്നെ സർവദേശീയ രംഗത്തും ദേശീയ രംഗത്തും സംസ്ഥാന രംഗത്തും ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് പറയാൻ ഞാൻ സമയം എടുക്കുകയാണ്, വളരെ കുറച്ച് മാത്രം. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകം നമുക്കറിയാം, ഇത്രയും ദുരന്തപൂർണമായ അല്ലേ, യുദ്ധം കൊണ്ടും പലായനം കൊണ്ടും പട്ടിണി കൊണ്ടും അതുപോലെ തന്നെ പട്ടിണി മൂലം മരിക്കുന്നവരുടെ എണ്ണമൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. വരവൂർ, മുള്ളൂർക്കര, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, ദേശമംഗലം എന്നീ 5 പഞ്ചായത്തുകളിലെ വനിതകളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത. പ്രേമകുമാരി അധ്യക്ഷയായി. സെക്രട്ടറി P നിർമ്മലാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ, V തങ്കമ്മ, KK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പത്തിരിപ്പാലയിൽ വെൽഫെയർ പാർട്ടി ഐക്യദാർഢ്യ റാലി നടത്തി. തുടർന്ന് നടന്ന യോഗം മണ്ഡലം സെക്രട്ടറി ജാഫർ പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു. പത്തിരിപ്പാലയിലെ വിവിധ ഭാഗങ്ങൾ ചുറ്റിയ റാലി ടൗണിൽ സമാപിച്ചു. കുട്ടികളും വനിതകളുമടക്കം 100-ലധികം പേർ റാലിയിൽ പങ്കെടുത്തു. തുറന്നു നടന്ന യോഗം മണ്ഡലം സെക്രട്ടറി ഉമ്മർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഫലസ്തീനികൾക്ക് വിട്ടു നൽകണമെന്ന് ശക്തമായി അതിനുവേണ്ടി പോരാടുവാൻ അണിഞ്ഞ് ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഭൂരിപക്ഷവും ഗസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളും അതുപോലെ ഫാസിസ്റ്റുകളും അതിനെ വളരെയധികം സഹിഷ്ണുതയോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായും ഒരു നാൾ വരും പലസ്തീൻ്റെ ഭൂമി തിരിച്ചു കിട്ടുമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക്
പ്രഖ്യാപിക്കുവാനുള്ളത്. ജാഫർ പത്രിപ്പാല അധ്യക്ഷത വഹിച്ചു. അനസ് സക്കീർ, എച്ച് നാസർ, ടി കെ ഇക്ബാൽ, ഉസ്മാൻ, സമീർ, പി എ സാദിഖ്, ഫഹീം, വുമൺ ജസ്റ്റിസ് മൂവ്മെൻ്റ് നേതാക്കളായ സക്കീന ഫാറൂഖ്, സെലീന, സഫിയ ഇക്ബാൽ, സമീന സക്കീർ, റഹീമ റസാഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ചുമട്ടുതൊഴിലാളി യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരിയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാണ് കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യരംഗത്ത് ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1. ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ശിശുമരണ നിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. ലോക്കൽ സെക്രട്ടറി PC ജയരാജ് അധ്യക്ഷനായി. P രാജേഷ് കുമാർ, PK രാമകൃഷ്ണൻ, P പ്രശോഭ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റിലി സംസ്ഥാനത്ത് സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ സർക്കാർ നടപ്പാക്കിയതെന്ന് മന്ത്രി V അബ്ദുൾ റഹ്മാൻ പറഞ്ഞിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നുള്ള വാചകമടിയിലല്ല കാര്യമെന്നും ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരാണ് LDF എന്നും മന്ത്രി സൂചിപ്പിക്കുന്നു. മന്ത്രിയുടെ ഈ അഭിപ്രായം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? പ്രതികരണങ്ങളിലേക്ക്. അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് പ്രകടന പത്രിക എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ സാമ്പത്തിക ദുരിതത്തിൻ്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി BJPയുടെ മോഡി സർക്കാർ കേരളത്തെ ഞെരുക്കുമ്പോഴും കേരളത്തിനെ കുത്തിനു പിടിക്കുമ്പോഴും അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും റോഡായും അതുപോലെ വെള്ളമായും വെളിച്ചമായും അതുപോലെ കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പൊതുനിരത്തുകളിലുണ്ടായിരുന്ന നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് കോടാനുകോടി രൂപയുടെ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് സൗജന്യമായി കൊടുത്തുകൊണ്ട് നമ്മുടെ തെരുവിൽ ജീവിക്കുന്ന മക്കൾക്ക് ഫ്ലാറ്റ് കൊടുത്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കൊച്ചിയിലത് നമ്മൾ കണ്ടു, കോഴിക്കോടും അതിപ്പോൾ നമ്മൾ കണ്ടു, തിരുവനന്തപുരം നഗരത്തിലും കണ്ടു. നമ്മുടെ നാട്ടിൽ ചേരികൾ ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 7 കോടി ആളുകൾ ചേരിയിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ 46,000 പേര് മാത്രമാണ് കേരളത്തിൽ ചേരിയിൽ താമസിക്കുന്നത്. ആ ചേരി നിവാസികളെ മുഴുവൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ട് അവർക്കൊരു പുതിയ ജീവിതം അവർക്ക് സൃഷ്ടിക്കാൻ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വീമ്പിളക്കലല്ല, അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമ പോരാട്ടത്തിനൊടുവിൽ 7 വർഷങ്ങൾക്ക് ശേഷം അധികൃതർ കണ്ണു തുറന്നു. ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂരിൽ ഉരുൾപൊട്ടലിൽ ദാനമായി നൽകിയ 12 സെന്റ് സ്ഥലത്ത് 3 കുടുംബങ്ങൾ താമസിക്കാൻ തീരുമാനം. 4 സെന്റ് ഭൂമി വീതം സൗജന്യമായി നൽകാമെന്ന കാര്യം കുടുംബങ്ങളെ രേഖാമൂലം അറിയിച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ. തീരുമാനത്തിൽ നന്ദി അറിയിച്ച് കുടുംബങ്ങൾ. ന്യൂനപക്ഷ സമുദായങ്ങളുടെ നൈപുണ്യ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന PM വികാസ് പദ്ധതിയുടെ പങ്കാളിത്ത പ്രവർത്തനത്തിന്റെ ധാരണാപത്രത്തിൽ പാലക്കാട് IIT ഒപ്പുവെച്ചു. ചടങ്ങ് പാലക്കാട് ക്യാമ്പസിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യത്തിൽ. പ്രധാനമന്ത്രിയുടെ വികസന ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് ഗതിവേഗം നൽകുന്ന പദ്ധതിയാണിതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ആദിവാസി യുവാവ് മുളങ്ങുന്നത്കാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവം. വിശദമായ അന്വേഷണം ആരംഭിച്ച തൃശൂർ റെയിൽവേ പോലീസ്. റെയിൽവേക്കെതിരെ ഗുരുതര ആരോപണവുമായി മരണപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ശത്രുക്കളിൽ നിന്നും പാർട്ടിക്ക് ജനകീയ കവചം തീർത്ത നേതാവാണ് കോടിയേരി ബാലകൃഷ്ണനെന്ന് AK ബാലൻ. പാർട്ടി തലങ്ങളെ ജനകീയമായി ചലിപ്പിക്കുന്നതിൽ കോടിയേരി മാതൃകയായിരുന്നുവെന്നും AK ബാലൻ. പാലക്കാട്ട് CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം.
സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ല ക്ഷീരവികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എൻ ബിന്ദു. ജില്ലയിൽ പ്രതിദിനം 15,46,940 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ. പാലക്കാട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഒക്ടോബർ 9, 10 തീയതികളിൽ തേങ്കുറിശ്ശിയിൽ നടക്കും. മണൂരിൽ കളിക്കളത്തിനായി കാത്തിരിപ്പ് തുടരുന്നു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കളിക്കളത്തിന്റെ തുടർ പ്രവർത്തികളൊന്നും നടത്താതെ കാടുമൂടി നാശത്തിന്റെ വക്കിലെത്തിയെന്ന ആക്ഷേപം. എത്രയും വേഗം പ്രവർത്തികൾ ആരംഭിക്കണമെന്നും ആവശ്യം. ഗുണഭോക്തൃ വിഹിതം വാങ്ങി ആരംഭിച്ച പദ്ധതി ദശാബ്ദം പിന്നിട്ടിട്ടും ശൈശവാവസ്ഥയിൽ. പദ്ധതി ആരംഭിക്കാത്ത ഈ ദുരവസ്ഥ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണപക്ഷം തയ്യാറായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് BJP. ജില്ലാ സ്കൂൾ കായികമേള കമ്മീഷൻ മേളയാക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. 8 പേർക്ക് ഓടാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്ക് പാലക്കാട്ട് ഉള്ളപ്പോൾ 6 പേർക്ക് മാത്രം ഓടാൻ കഴിയുന്ന ചാത്തന്നൂർ HSLA ഗ്രൗണ്ടിൽ മേള നടത്താനുള്ള നീക്കം ഒട്ടേറെ കായിക താരങ്ങൾക്ക് അവസരം നഷ്ടമാകുമെന്നും ആക്ഷേപം. പാലക്കാട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ച് കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.